പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മംഗലാപുരം പോകുന്നുണ്ട്. ഇവരൊരു അമ്പലത്തിൽ ഒരു ചെണ്ടേന്റെ പ്രോഗ്രാം ഉണ്ട്, ഉത്സവമാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ 7:40 ട്രെയിനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇവരെല്ലാം ഉണ്ടായിന്, 10-18 ആളുണ്ടേനു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി എന്താ പറയുക 2-3-4 മണിക്കൂറിന് ശേഷം നമ്മൾ മംഗലാപുരം എത്തിയിട്ട് എന്താ പറയുക അവിടുന്ന് ഒരു ഓട്ടോയും ബസ്സെല്ലാം കയറി പോകണം. അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചക്ക് വേഗം ഭക്ഷണം കഴിച്ച് ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ എന്താ പറയുക അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ റൂം വരിക. പിന്നെ നല്ലോണം റെസ്റ്റ് എല്ലാം എടുത്ത് ഒരു ഈവനിങ് ആയാലും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചായയെല്ലാം കുടിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ച്. ഇതാണ് ഗോളി ബജി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനതാണ് കഴിച്ചത്. എല്ലാം കഴിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി. ഇതാണ് തേര്. ഉത്സവം ആയതുകൊണ്ട് തന്നെ റോട്ടിലെല്ലാം നല്ല അടിപൊളിയിൽ ലൈറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. രാത്രിയാണ് കൂടുതൽ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പുഴയാണ്. ഇത് ഈ അമ്പലത്തിൻ്റെ നടുക്കൂട്ടി ഒഴുകുന്ന പുഴയാണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് വെള്ളമില്ലാത്തത്. ഇവിടുന്ന് നമ്മൾ കാലെല്ലാം വാഷ് ചെയ്തിട്ടാണ് ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുക. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കയറുമ്പോൾ തന്നെ. അത്ര വലിയ ചൂടൊന്നും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് അത്ര വലിയ ചൂടൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രസാദ സദ്യ. ഒരു സാമ്പാർ പോലത്തെ സാധനം ഉണ്ട്. പിന്നെ സാമ്പാർ ഞാൻ കൂട്ടാത്തോട്ട് വാങ്ങിച്ചിട്ടില്ല. ലഡുവും പായസമെല്ലാം ഉണ്ടേനു. പിന്നെ ഒരു ആന ഉണ്ടായിരുന്നു. ആന ഫുൾ ഇരുടായതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. പിന്നെ ഇതുപോലെ കുഞ്ഞി പശുവെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് ജിത്തോട്ടൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും. അങ്ങനെ അവരോടെല്ലാം സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്ന് നല്ലൊരു പോസിറ്റീവ് വൈബേനു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ മെല്ലനെ റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ പറഞ്ഞിട്ട് ഒരു ഫ്ലൈങ് കിസ് കൊടുക്കാം.